എന്റെ മുത്തശ്ശനെ നീ വീട്ടുകാർ തല്ലും അല്ലടാ. പോയി അടിച്ചിടവനെ. ആരത്? നീ മോനെ കത്തിക്കുമല്ലേ? നിനക്ക് ആരോട് അറിയാനാ? പിടിച്ചോ. പെണ്ണെന്ന് കേട്ടാ നിനക്കൊക്കെ എന്തും ചെയ്യാന്ന് കരുതിയോടെ പങ്കു. ഞങ്ങളുടെ മുത്തശ്ശന്റെ ഈ കൈയല്ലേ നീ ചവിട്ടി ഓടിച്ചത്? ഇത്രയും നാള് ഞങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കി തരാൻ ഞങ്ങൾ ശ്രമിച്ചില്ല. ഇപ്പൊ നീയായിട്ട് അതിനൊരു അവസരം ഉണ്ടാക്കി തന്നു. ഇനി മേലിൽ നീ ഞങ്ങൾക്ക് പിന്നാലെ വന്നേക്കരുത്. വന്നാ ഇതിലും മോശവും നിന്റെ അവസ്ഥ. പെൺകുട്ടികള് നിന്നെ പഞ്ഞി കിട്ടുന്ന പുറത്താരോട് നീ പോയി പറയണ്ട. നീ നാളെ പോവും. പോട്ടേടാ രുദ്ര. നല്ല നിലയ്ക്കാണെങ്കിൽ നമുക്ക് ഇനിയും കാണാം. കേട്ടോടാ, പടി പോവാ. സൂര്യമംഗലത്ത് നീ ഇനി കാല് കുത്തിയാ നിന്റെ കാല് ഞാൻ തല്ലി ഒടിക്കും. കേട്ടോടാ. വാ. നമ്മൾ ആരാണെന്ന് ഇതോടെ രുദ്രന് മനസ്സിലായിട്ടുണ്ടാവും.
ഇനി രുദ്രൻ നമ്മളോട് മുട്ടാനൊന്നും മടിക്കും. അയാൾ അത് അർഹിച്ചു. അത് നമ്മളങ്ങ് കൊടുത്തു. അവൻ അർഹിക്കുന്നത് ചോദിച്ചു വാങ്ങി. അതല്ലേ നടന്നത്? എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ രുദ്രനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല. രുദ്രൻ അവിടെ തന്നെ ഉണ്ട്. നീ തിരികെ ചെന്ന് ആഗ്രഹം പോലെ കൈകാര്യം ചെയ്തിട്ട് വാ. നീ എന്നെ കളിയാക്കണ്ട. ഇനി ഒരു അവസരം ഇതുപോലെ കിട്ടിയ രുദ്രനെ വേണ്ട പോലെ കൈകാര്യം ചെയ്യും. ഇനി അയാളുമായിട്ട് ഒരു പ്രശ്നത്തിന് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മുത്തശ്ശനെ കൈവച്ചതിന് നമ്മൾ കണക്ക് തീർത്തു. പക്ഷേ അവൻ അടങ്ങിയിരിക്കില്ല. കൂടുതൽ കരുത്തോടെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നേക്കും.